സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടിക്കറ്റ് റാൻഡ്. സോ ഗൈസ്, ഇന്ന് ചെയ്യുമ്പോൾ വെച്ചാൽ വേറെ ഒന്നുമല്ല, അൺബോക്സിംഗ് ആണ്. യു ഗൈസ്, അൺബോക്സിംഗ് ഓഫ് നമ്മളെ എപ്പിക് ആയിട്ട് ഒരു ഫോൺ അൺബോക്സിംഗ് പോകുന്നത്. അതായത് ഗൈസ് ബഡ്ജറ്റും കൊണ്ടാണ്. അതിന്റെ പേരാണ് നമ്മളെ നോക്കിയ 3.4. യു ഗൈസ്, നിങ്ങൾ ടൈറ്റിൽ കണ്ടുണ്ടാവും. അപ്പൊ ഈ ഫോൺ എപ്പിക് ആണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് പണ്ടത്തെ ഒരു വിഷയ രാജാവായിട്ടുള്ള ഒരു ഫോണാണ്. ഇപ്പോഴും ഓക്കെ, എന്നാലും ഗൈസ് പണ്ട് വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് അറിയാനും ഈ ഫോണിനെ കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം അറിയാനും നമ്മൾ നോക്കിയ 3.4നെ കുറിച്ച് അറിയാനും വീഡിയോ ഫുൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതാണ്. പിന്നെ ഫോണുകളും കാണാൻ വരുന്നതാണ്. സോ ഗൈസ്, അപ്പൊ നമുക്ക് എങ്ങനെയാ വരുന്ന നേരെ വീലോട് നടക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ നോക്കിയ 3.4ന്റെ ബോക്സ്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ബോക്സ് ആണ്. കാരണം നമ്മൾ സാധാരണ ഒരു ഫോൺ കാണുമ്പോൾ നമുക്ക് മറ്റേ സ്ക്വയർ ടൈപ്പിന്റെ ബോക്സ് ആയിരിക്കും സാധാരണ ഇപ്പൊ മിക്ക ഫോണിൽ വരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിയ ഒരു അത്യാവശ്യം ഓക്കെയാണ്, അത്യാവശ്യം അട്രാക്റ്റീവ് ലുക്ക് ആയിട്ട് ഒരു ബോക്സിന് തന്നിരിക്കുന്നത് നല്ല ഡിഫറെന്റ് രീതിയിൽ. പിന്നെ എന്റെ ബാക്കിലായിട്ട് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളെ നോക്കിയുടെ ഒരു പിക്ചറും പിന്നെ ഫ്രണ്ടിലും അതേപോലെ പിക്ചർ തന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ 2 വർഷം ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്സ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്ഡേറ്റും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് വരുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനെ ഇനി അൺബോക്സ് ചെയ്യാം. സോ ഗൈസ്, അപ്പം ഇതിനെ എടുത്തിട്ട് അൺബോക്സ് ഭയങ്കര ഇങ്ങനെ എടുത്താൽ മതി. ഒരു വിഷയമായിട്ടുള്ള രീതിയിലാണ് അത്യാവശ്യം നോക്കിയിട്ട് തന്നിട്ടുള്ളത്. സോ ഗൈസ്, ഇതാണ് നമ്മളെ ബോക്സ് തുറക്കുമ്പോൾ വിഷ്വലാണ്. അതായത് ഇതാണ് നമ്മളെ നോക്കിയ 3.4. ആദ്യം ഒരു ഫോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഫോണിന് ഇവിടെ നിന്ന് എടുക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മളെ നോക്കിയ 3.4. ഒരു അത്യാവശ്യം അട്രാക്റ്റീവ് ലുക്കായിട്ടുള്ള ഒരു വിഷയം ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ സൈഡിലൂടെ മാറ്റി വച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഗൈസ് ബാക്കി സ്പെസിഫിക്കേഷൻ കാര്യമെല്ലാം നോക്കാം. സോ ഞാൻ ഇപ്പം ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ചില സമയത്ത് ഫോക്കസിങ് സീനുണ്ട്. അതുകൊണ്ട് സോറി, അത് ഒറ്റയ്ക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാക്കി വരുന്നത്. എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു കേസ് തന്നിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഓക്കെയാണ്. ഒരു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കേസ് തന്നിട്ടുണ്ട്. നല്ല ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട്. സാധാരണ ഫോൺസൊക്കെ തരുന്ന പോലെ ഒരു കേസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ സാധാരണ ഫോൺസ് ഒന്നും തരാത്തൊരു സംഭവം തന്നിട്ടുണ്ട്. അതായത് ഹെഡ്സെറ്റ്. ഒരു ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. നോക്കിയ മാത്രമേ ഇപ്പോൾ തരുന്നത്. എനിക്ക് എൻ്റെ ഒരു അൺവിശ്വാസം നോക്കിയ മാത്രമേ ഇതുവരെയും തന്നിട്ടുള്ളൂ. കാരണം ഇത്രയും വർഷമായിട്ട് എനിക്ക് വേറെ ഒരു ഫോണിനും ഞാൻ അൺബോക്സിങ് ഈ സംഭവം കണ്ടിട്ടില്ല ഗൈസ്. അപ്പം നോക്കിയ ചോദിക്കഴിഞ്ഞാൽ പൊളി തന്നെയാണ്. കാരണം ഒരു ഹെഡ്സെറ്റ് തന്നെ എത്ര ക്വാളിറ്റി ആയാലും ഓക്കെയാണ് ഗൈസ്. അപ്പം ഗൈസ്, സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോണിന്റെ ചാർജർ, നോക്കിയ 3.4ന്റെ ചാർജർ. ഇപ്പൊ ഞാൻ വിചാരിച്ച ഒരു സൂപ്പർ ചാർജർ ആണെങ്കിൽ ഇനിയും അടിപൊളി ആയിരുന്നു തന്നെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗൈസ് ഓക്കെയാണ്. ഒരു പെട്ടെന്ന് തന്നെ അത്യാവശ്യം രീതിയിൽ പെട്ടെന്നൊക്കെ ചാർജ് വരുന്നുണ്ട്. ഓക്കെയാണ് ഗൈസ്. ഈ പ്രൈസിൽ ഈ ചാർജർ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഒരു സൂപ്പർ ചാർജർ തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൊളിയായിരുന്നു തന്നെ. നമ്മളെ സാധാരണ ഫോൺസ് ഒന്നും തരാത്തൊരു സംഭവം തന്നിട്ടുണ്ട്. അതായത് ഹെഡ്സെറ്റ്. ഒരു ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. നോക്കിയ മാത്രമേ ഇപ്പോൾ തരുന്നത്. എനിക്ക് എൻ്റെ ഒരു അൺവിശ്വാസം നോക്കിയ മാത്രമേ ഇതുവരെയും തന്നിട്ടുള്ളൂ. കാരണം ഇത്രയും വർഷമായിട്ട് എനിക്ക് വേറെ ഒരു ഫോണിനും ഞാൻ അൺബോക്സിങ് ഈ സംഭവം കണ്ടിട്ടില്ല ഗൈസ്. അപ്പം നോക്കിയ ചോദിക്കഴിഞ്ഞാൽ പൊളി തന്നെയാണ്. കാരണം ഒരു ഹെഡ്സെറ്റ് തന്നെ എത്ര ക്വാളിറ്റി ആയാലും ഓക്കെയാണ് ഗൈസ്. അപ്പം ഗൈസ്, നമുക്ക് ഇതിന്റെ ഇയർഫോൺ സൈഡിലോട്ട് മാറി. സോ ഗൈസ്, ഇതാണ് നമ്മളെ നോക്കിയ 3.4. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിസൈനിലോട്ട് പോകാം. യൂസർ അത്യാവശ്യം അട്രാക്റ്റീവ് ലുക്കായിട്ട് ഡിസൈനെ തന്നിട്ടുള്ള. ബാക്ക് നല്ല രീതിക്ക് നിങ്ങൾ ക്യാമറ കാണാൻ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഒരു ഡ്യൂറബിലിറ്റി ഉണ്ട്. സംഭവം ഗ്ലാസ് ബോഡി അല്ല. പിന്നെ ഇവിടെ നോക്കിയ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം അടിപൊളി ലുക്കാണ്. നല്ല റിഫ്ലക്ട് ചെയ്യുന്ന നല്ല രീതിക്ക് ഒരു ലുക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കിലായിട്ട് നമ്മൾ ക്യാമറ റൗണ്ട് സർക്കുലർ ടൈപ്പ് ക്യാമറയാണ്. പിന്നെ ഒരു ഫിംഗർ പ്രിന്റ് തന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ ഇനിയും ഓക്കെ ആയിരുന്നു എന്നാണ് ഞാൻ എൻ്റെ രീതിക്കുള്ള ഞാൻ പറയണം. ആണെങ്കിൽ കുറച്ച് നൈസായിരുന്നു തന്നെ. പിന്നെ ഡിസ്പ്ലേയിലോട്ട് വരണമെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ ഇഞ്ച് പറയുന്നത് ചില 6.39 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ല, ഒരു വീഡിയോ ഒക്കെ നല്ല രീതിക്ക് കാണാനൊക്കെ പറ്റും. നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ സംഭവം ഉപയോഗിക്കണമെങ്കിൽ ഈ ഫോൺ ബെസ്റ്റ് തന്നെയാണ്. ഞാൻ ഗെയിമിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഇതിന്റെ സ്നാപ്ഡ്രാഗൺ 460 ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗെയിമിനെ കുറിച്ച് അത്രയും പറയാത്തത്. ഒരു ഓക്കെയാണ്. നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ല രീതിക്കുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇതിന് കിട്ടും. പിന്നെ ഇതിന്റെ റാമൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 GB റാമാണ് വരുന്നത്. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് ആണെങ്കിൽ 64 GB ആണ് സ്റ്റോറേജ് സിസ്റ്റം എല്ലാം വരണം. പിന്നെ ഇത് കോൾക്കം സ്നാപ്ഡ്രാഗൺ ആണ്. അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് കോൾക്കം സ്നാപ്ഡ്രാഗൺ ഇനി ഇഷ്ടം. അപ്പം എന്നാലും അത് തന്നിട്ടുണ്ട്. ഒരു അത്യാവശ്യം രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഞാൻ കൂടുതൽ പറയാത്തത് 460 ആയതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്യാമറയാണ് നോക്കണം. അപ്പൊ ക്യാമറ ആണെങ്കിൽ 13 MP + 2 MP + ഡെപ്ത് ക്യാമറ ആണ് 2 MP. പിന്നെ 5 MP ആയിട്ടുള്ള വൈഡ് ക്യാമറ ആയിട്ട് വരെ ഒരു രീതിക്കുണ്ട്. വൈഡ് ക്യാമറ ഉണ്ട്, അത് 5 MP വരെ ഉണ്ട്. പിന്നെ അതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 8 MP ആണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ പറഞ്ഞത്.
പിന്നെ ഡിസ്പ്ലേ ആയിട്ട് താഴെ അടിപൊളിയായിട്ട് നോക്കിയ സംഭവങ്ങളെല്ലാം എടുക്കുമായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. നല്ല രീതിക്ക് ഒരു അത്യാവശ്യം കൊള്ള കേസ് ഒരു ബഡ്ജറ്റ് ടൈപ്പ് ഫോൺ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളൊരു ഗെയിമിംഗ് ഫോണല്ല, അത്യാവശ്യം ഒരു ഗെയിമിംഗ് സംഭവങ്ങൾ മേടിക്കണമെങ്കിൽ തന്നെ ഈ ഫോൺ നിങ്ങൾക്ക് ഒരിക്കലും ചൂസ് ചെയ്യേണ്ട. കാരണം ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എന്തായാലും സ്നാപ്ഡ്രാഗൺ 460 ആണ്, അതുകൊണ്ട് അത്രയ്ക്കും നല്ല രീതിക്കുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസും കിട്ടത്തില്ല. പിന്നെ ബാറ്ററി ആണെങ്കിൽ 4000 mAh ബാറ്ററിയാണ്. ഐഫോൺ വന്നിട്ട് ഒരു ദിവസമേ ഉള്ളൂ. ഞാൻ ഫുള്ള് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ ഫോണല്ല, എൻ്റെ അമ്മൂടെ ഫോണാണ്, അതുകൊണ്ട് തന്നെ. പിന്നെ ഒരു അത്യാവശ്യം ഓക്കെയുള്ള ഫോണാണ്. പിന്നെ സൈഡിലാണ് എൻ്റെ ക്യാമറ സംഭവം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ബാക്കി കാര്യങ്ങൾ പിന്നെ നോർമൽ യൂസിനെല്ലാം ഈ ഫോൺ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫോൺ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോൺ, അല്ലെങ്കിൽ ഗെയിം കളിക്കാനും നോർമൽ യൂസിനും വേണമെങ്കിൽ വേറെ വല്ല ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ്. അതായത് ഇതിൻ്റെ മുകളിലുള്ള വേർഷന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൺ കേസ് നോക്കിയുടെ തന്നെ ഫോൺ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ നോക്കിയ 3.4 സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം. എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ബഡ്ജറ്റ് ഫോൺ ഓക്കെയാണ്. ഗെയിമിംഗ് ഫോണിൽ എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പിന്നെ എൻ്റെ ബാക്കിലായിട്ട് എനിക്ക് ഫിംഗർ പ്രിന്റ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു അടിപൊളി ആയിരുന്നേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പണ്ടത്തെ ഫോൺസിലാണ് ഇപ്പം ഈ ഫിംഗർ പ്രിന്റ് സംഭവം ബാക്കിൽ വരുന്നത്. പക്ഷെ മാക്സിമം സൈഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു അടിപൊളി ആയിരുന്നുണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കേസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണെല്ലാം അത്യാവശ്യം അങ്ങനെയാണ്. എൻ്റെ ഫോണിലൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണം. പക്ഷെ ഇത് ഓക്കെയാണ് കേസ്, നോർമൽ യൂസിന് സംഭവം ബെസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാമെന്നാണ്. ഞാൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്തേക്ക് ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എടുക്കാമെന്നാണ്. നിങ്ങൾക്കൊരു നമ്മുടെ നോക്കിയുടെ ഫോണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് വിശ്വസിക്കാൻ പറ്റും. ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ഒക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം പൊളി തന്നെ ആയിരിക്കും. കാരണം ഗൈസ് നോക്കിയയാണ്, പണ്ടത്തെ ഫോൺ ആയാലും ഇപ്പോഴത്തെ ആയാലും അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ നോക്കിയ ഇപ്പോൾ യൂസ് ചെയ്യുന്ന 1 വർഷത്തിന് ശേഷമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ 1 വർഷമല്ല എത്രയോ വർഷത്തിന് ശേഷം. കാരണം കേസ് ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണ് നോക്കിയയുടെ ചെറിയ കീപാഡ് ഫോൺ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ഇപ്പോൾ കേസ് അവർ ടച്ച് ഫോൺ എനിക്ക് എൻ്റെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം അട്രാക്റ്റീവ് ലുക്ക് തന്നെയാണ്, ബഡ്ജറ്റ് ഫോണും കൂടെയാണ്. അപ്പോൾ ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ പോയി ചെക്ക് ഔട്ട് ചെയ്തേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു പിന്ന് തന്നിട്ടുണ്ട് കേട്ടോ സിം ഇടാൻ വേണ്ടിയിട്ട്. സംഭവം ഡുവൽ സിം കൂടെയാണ്. സോ ഗൈസ്, അപ്പം എന്താ പറയണ്ട ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മളെ നോക്കിയ 3.4 പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 rupees ആണ്. നമ്മുടെ ആമസോണിലുണ്ട്. ഞാൻ എൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക്, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് തോന്നുന്നു വെച്ചാൽ 3 ഡിസഡ്വാൻറ്റേജസ് എനിക്ക് തോന്നി. എൻ്റെ ഫിംഗർ പ്രിന്റ് ഒരു സൈഡ് മൗണ്ടഡ് ആണെങ്കിൽ പൊളിയായിരുന്നു തന്നെ. പിന്നെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു അടിപൊളിയുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിൽ കൊണ്ടുവന്നെങ്കിൽ അതും ഒരു എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 460 ആണ്, അത് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വേർഷൻ കൊണ്ടുവന്നെങ്കിലും അതും വേറൊരു അടിപൊളിയായിരുന്നു. പിന്നെ ക്യാമറ ക്വാളിറ്റിയിലും കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരായിരുന്നു. പിന്നെ ഒന്നുകൂടെ ഗൈസ്, ഒന്നുകൂടെ വെച്ചാൽ നമ്മുടെ ഇതാണ് നമ്മുടെ ചാർജറാണ്. ചാർജർ ഒരു സൂപ്പർ ചാർജർ അല്ല, പിന്നെ 10 volt ചാർജറാണ്. അതെനിക്ക് വലിയ രീതിക്ക് ഡിസഡ്വാൻറ്റേജ് തോന്നി. അതാണ് എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് തോന്നിയത്. ഒരു മിനിമം ഒരു 18 volt ചാർജർ തന്നായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു 4 ഡിസഡ്വാൻറ്റേജ് ഉള്ളൂ, ബാക്കി വേറെ സീനും ഇല്ല. ഫോൺ പൊളിയാണ്. നിങ്ങൾക്ക് നോർമൽ യൂസിനെല്ലാം നിങ്ങൾക്ക് അടിപൊളി നോക്കിയ ഈ ഫോൺ നിങ്ങൾക്ക് പോയി ചൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നോർമൽ യൂസിനെല്ലാം ബെസ്റ്റ് ആണ് ഗൈസ്. കാരണം ഒരു അത്യാവശ്യം സ്റ്റക്കോ ഒരു സംഭവം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോയിൽ കുറച്ചൊക്കെ ഷേക്കിങ്ങും കുറച്ച് കാര്യമുണ്ടെങ്കിൽ സോറി, വീഡിയോ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സോറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലല്ല കേസ്, എൻ്റെ ഈ ഫോൺ എൻ്റെ അല്ല, എൻ്റെ അമ്മയുടെ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ വന്നതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ഒരു ക്വാളിറ്റി എടുക്കാൻ പറ്റില്ല, സോറി. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഇനി അൺബോക്സിങ് എല്ലാം പൊളിയായിട്ട് നടത്താം കേസ്. എൻ്റെ വീട്ടിലേക്ക് എല്ലാം ചെയ്യുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ പൊളിക്കാം അടുത്ത പ്രാവശ്യം അൺബോക്സിങ് എല്ലാം. പിന്നെ ഈ ഫോണിലേക്ക് ഞാൻ താഴെ ഇട്ടിക്കാം. 12,000 രൂപയാണ് ആമസോണിലുണ്ട്. സോ ഗൈസ്, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നൈസ് ആയിരിക്കും. അത്ര ഉള്ള ഗൈസ്, ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ പൊളി അൺബോക്സിംഗ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അൺബോക്സിംഗ് മാത്രമല്ല ഗൈസ്, ഇനിയും ഇതേപോലത്തെ ഗെയിമിംഗ് എക്സ്പീരിയൻസും പിന്നെ ഗെയിമിംഗ് വീഡിയോസും അതേപോലത്തെ കുറെ വീഡിയോസ് വരും ഗൈസ്. അപ്പോൾ ഗൈസ് പോയി ചെക്കൗട്ട് ചെയ്തേക്ക്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്. ബൈ.